Hi, 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 hi. Election Commission down, 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 down. ഇരട്ട വോട്ട് ആരോപണം രാജ്യമാകെ കത്തിപ്പടരുകയാണ്. രാഹുൽ ഗാന്ധി തൊടുത്തുവിട്ട അമ്പ് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ചോദ്യചിഹ്നമാക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. തൃശൂരിൽ നടക്കുന്ന വാക്പോരുകൾ അത് വ്യക്തമാക്കുകയാണ്. 60,000 കള്ളവോട്ടുകൾ ചേർത്തപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് കെ സുരേന്ദ്രൻ എങ്ങനെ എന്ത് ധൈര്യത്തിൽ ചോദിക്കുന്നു? ജനങ്ങൾക്ക് മുമ്പിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ വന്ന് തെറി പറയുന്ന കാഴ്ച. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ക്രമക്കേട് ഉന്നയിക്കപ്പെടുകയാണ്, അതും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ. ഇപ്പോഴും 1.5 ലക്ഷത്തോളം കള്ളവോട്ടുണ്ടെന്നാണ് MP അടൂർ പ്രകാശിന്റെ ആരോപണം. 2019 ക്രമക്കേടിൽ CPM ആയിരുന്നു പ്രതിസ്ഥാനത്തെങ്കിൽ 2024 തെരഞ്ഞെടുപ്പിൽ ആരോപണ നിഴലിൽ BJPയും ഉണ്ടെന്ന് അടൂർ പ്രകാശ് പറയുന്നു. തെറ്റുതിരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകാത്ത സ്ഥിതിക്ക് നിയമപരമായി തുടർ നടപടിക്ക് ഒരുങ്ങുകയാണെന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. 2019 UDFന്റെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി ആറ്റിങ്ങലിലെത്തിയ അടൂർ പ്രകാശ് മണ്ഡലത്തിൽ 1,14,000 കള്ളവോട്ട് ഉണ്ടെന്ന് ആരോപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടും കാര്യമായി ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ബൂത്ത് തലത്തിൽ എടുത്ത ജാഗ്രത ഒന്നുകൊണ്ട് മാത്രം 52,000-ഓളം കള്ളവോട്ട് രേഖപ്പെടുത്താതെ പോയെന്നും പറയുന്ന അടൂർ പ്രകാശിനെ നമ്മൾ കാണാതെ പോകരുത്. അതായത് 2019 2024 ഈ ക്രമക്കേട് ഉന്നയിക്കപ്പെട്ടു, പക്ഷെ ഉത്തരം ഇനിയും ഉണ്ടായിട്ടില്ല. 2024 തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ ആറ്റിങ്ങലിൽ കള്ളവോട്ട് 1,64,000 കൂടിയിട്ടുണ്ട്. CPM മാത്രമല്ല BJPക്കും ഇതിൽ പ്രധാന പങ്കുണ്ടെന്നാണ് നിരീക്ഷണം. കൈവശമുള്ളത് 100% കൃത്യമായ ഡാറ്റ എന്ന് പറയാനാകില്ലെന്ന് ഇടതുമുന്നണി സമ്മതിക്കുന്നുണ്ട്. താമസം മാറിപ്പോയവരും മരിച്ചുപോയവരും എല്ലാം പട്ടികയിൽ അങ്ങിങ്ങ് ഇപ്പോഴും കാണപ്പെടുന്നു. എന്താണ് ജനാധിപത്യം എന്നത് CPMും BJPയും പഠിക്കാനുണ്ട് എന്നാണ് പറയാനുള്ളത്. വ്യാപക തിരിമറി ഇതിൽ നടന്നിട്ടുണ്ട്. ഒരു തെളിവ് പോലും പുറത്തുവിടാൻ അടൂർ പ്രകാശ് തയ്യാറായിട്ടില്ലെന്നാണ് CPM ജില്ലാ സെക്രട്ടറി V. ജോയ് അതിനോട് പ്രതികരിച്ചത്. BJP കാഴ്ചവെച്ച മികച്ച പ്രകടനമാണ് പ്രശ്നമെങ്കിൽ അത് മണ്ഡലത്തിലെ രാഷ്ട്രീയ ചായയിലുണ്ടായ മാറ്റമാണെന്നും അതിന് പിന്നിൽ ഒരു അട്ടിമറിയും ഇല്ലെന്നുമാണ് BJP പറയുന്നത്. അതായത് CPMും BJPയും ഇപ്പോഴും ഇവർ കാണിച്ച ക്രമക്കേട് സമ്മതിച്ചിട്ടില്ല. പറയുന്നവർ പൊട്ടന്മാരാണ് എന്നാണ് ഇവർ കരുതുന്നത്. പട്ടികയിൽ 1,64,000 കള്ളവോട്ട് ചൂണ്ടിക്കാട്ടുമ്പോൾ അത്ര തന്നെ അപേക്ഷകളിൽ തിരുത്ത് ആവശ്യപ്പെടണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിലപാടെന്നാണ് അടൂർ പ്രകാശിന്റെ ആരോപണം. വിശദമായ കണക്കെടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോടതിയെ സമീപിക്കാനാണ് MPയുടെ നീക്കം. അതായത് തൃശൂരിൽ മാത്രം ഒതുങ്ങുന്നതല്ല കേരളത്തിലെ കള്ളവോട്ട്. BJP ഉന്നയിച്ചിട്ടുള്ള വയനാട് ഏതായാലും കള്ളവോട്ടുകളുടെ പട്ടികയിൽ നിന്ന് ഒലിച്ചുപോയി. അത് തെളിയിക്കാൻ അവർക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. പക്ഷെ ആറ്റിങ്ങലിൽ CPMും BJPയും ഒത്തുകളിച്ച 2 തിരഞ്ഞെടുപ്പുകൾ അത് ഇപ്പോൾ ചോദ്യചിഹ്നമാണ്. എന്തായാലും നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ്. കോടതിക്ക് മുന്നിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പറ്റിയ തെറ്റ് ചൂണ്ടിക്കാണിക്കേണ്ടതാണ്. ഏത് പാർട്ടിയാണ് തെറ്റ് ചെയ്തത് എന്ന് ജനം അറിയേണ്ടതുണ്ട്. കാരണം ഇവരൊക്കെയാണ് ഇപ്പോൾ ഭരിക്കുന്നത്. Election Commission down, 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 down. Hey.